ജാസ്മിനെ ഉന്തി തള്ളി അതോ അടിച്ചോ എന്ന രീതിയിലുള്ള ഒരു ഉന്തലും തള്ളലും കാണുന്ന പോലെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ തന്നെയാണ്. അതായത് റസ്മിനാണ് ജാസ്മിനോട് അങ്ങനെ കാണിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശ്വേത വരുമ്പോൾ ശ്വേതയ്ക്ക് ഒരു പവർ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു പ്രൊമോയിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം നമ്മുടെ ശ്വേത പറയുന്നു പവർ ടീമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും ലിവിങ് ഏരിയയിലേക്ക് വന്നിരിക്കാൻ പറയുന്നു. അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ ഇവിടെ റോബോട്ടാണ്. അപ്പോൾ റോബോട്ടിനോട് ശ്വേത പറഞ്ഞനുസരിച്ചാണ് ഈ പവർ ടീമാർ ഉൾപ്പെടെയുള്ള എല്ലാവരോടും പറയുന്നത് ലിവിങ് ഏരിയ വന്നിരിക്കണമെന്ന്. അപ്പം പറയുന്നത് അപ്പോൾ നമ്മൾ റെസ്പിൻ ചോദിക്കുന്നത് ഇവിടെ റോബോട്ടാണോ ഓണർ അതോ പവർ ടീമാരാണോ ഓണർ എന്ന രീതി ചോദിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് കാണിക്കുന്നത് നമ്മുടെ ജാസ്മിൻ ചെന്ന് ശ്വേത പറയുന്നു എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഓണേഴ്സ് വരില്ലെന്നാണ് പറയുന്നതെന്ന്. അപ്പം ശ്വേത പറയും റോബോട്ടല്ലേ എത്തിക്കുക എന്ന് പറയും. അതായത് ഈ പവർ ടീമുകാരെ എത്തിക്കാൻ ഈ പറഞ്ഞ കണക്ക് ശ്വേത കൊടുത്തിരുന്ന ഓർഡറാണ്. അപ്പോൾ അതനുസരിച്ച് വന്ന് വിളിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് ഗ്യാസ് എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഓഫ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇടയ്ക്ക് കൈയൊക്കെ പിടിച്ച് മാറ്റി ഉന്തും തള്ളുമായിട്ട് കാണിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അപ്പം ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് നമ്മുടെ ജാസ്മിൻ പോകുന്നു. ജാസ്മിനെ നമ്മൾ സ്വിജ പിടിച്ചുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ റസ്മിനെ എനിക്ക് തോന്നുന്നു അൻസിബ പിടിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. ഇവരെല്ലാവരും കൂടി ഈ പറഞ്ഞ നോറയും അൻസിബയും എല്ലാം കൂടെ വിഷം കുത്തിവെക്കാൻ മിടുക്കികളാണ് കേട്ടോ. അതായത് ഈ പറഞ്ഞ മുടിയനെയും ഇൻജക്ഷൻ വെച്ച് അവരെ കൂടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ റസ്മിനെയും അവരെ കൂടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇൻജക്ഷൻ വെക്കാൻ ഇതുപോലത്തെ ആൾക്കാർ എൻ്റെ പൊന്നെ എനിക്കറിയില്ല. അടിപൊളി ഇൻജക്ഷൻ ടീമുകളാണ് രണ്ടുപേരും. എന്തായാലും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് റസ്മിൻ ഇപ്പം വിചാരിച്ചിരിക്കുന്നത് ജാസ്മിൻ പുറത്ത് കട്ട നെഗറ്റീവാണ്. അതുപോലെ തന്നെ നോറ ഇപ്പോൾ ഭയങ്കര പോസിറ്റീവാണ്. നോറയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുകയാണ് റസ്മിൻ. അതുകൊണ്ട് ഇപ്പോൾ റസ്മിനും അൻസിബയൊക്കെ പറയുന്നത് കേട്ട് അവരുടെ അടിമക്കണ്ണായി ഇപ്പം നമ്മുടെ മുടിയനെ പോലെ മറ്റൊരു അടിമക്കണ്ണായി മാറി ഇപ്പം അവർ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തായാലും ജാസ്മിനോട് കാണിച്ചത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ്. എന്തിൻ്റെ പേരിലാണെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ നെഗറ്റീവായത് കൊണ്ട് ചവിട്ടത്തേക്കുന്ന പോലെയാണ് പല ആളുകളുടെയും പെരുമാറ്റം. അവരും അവിടെ ഇവരെ പോലെ തന്നെ മത്സരിക്കാൻ വന്നതാണ്. ഇപ്പോൾ പുറത്ത് നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്തുള്ളവർ ചവിട്ടത്തേക്കേണ്ട യാതൊരു ആവശ്യമില്ല. ജാസ്മിൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തികളും ഇപ്പോൾ സാബുമോൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ശ്വേത വരുമ്പോൾ ശ്വേത പറയുന്നതും കേൾക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥി പറയുന്നതാണ് നമുക്കിപ്പോൾ പല കാര്യങ്ങൾക്കും നമുക്ക് താല്പര്യമില്ലെങ്കിലും അതിഥി ദേവോഭവ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ പ്രവർത്തികളല്ലേ. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മുടെ അഖിൽമാരാറും റോബിൻ തമ്മിൽ എന്ത് രീതിയിലാണ് ഇപ്പോൾ റോബിൻ പറയുന്ന അതേ കാര്യങ്ങളൊക്കെ ഒരു ഈഗോ ഇല്ലാതെ ചെയ്ത ഒരാളാകില്ലേ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ജാസ്മിൻ ചെയ്തത്. പക്ഷേ ജാസ്മിൻ ചെയ്തപ്പോൾ അവിടെ ഈ പറഞ്ഞ പവർ ടീമാർക്ക് ഈഗോ അടിച്ചു. എന്തായാലും റെസ്പിൻ ചെയ്തത് വളരെ മോശമായൊരു കാര്യം തന്നെയാണ്. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.